ഹായ്, ഇന്നത്തെ നമ്മളുടെ റെസിപ്പി കടലച്ചോറാണ്, അല്ലെങ്കിൽ കടല ബിരിയാണി എന്നൊക്കെ പറയാം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള, നമുക്ക് കറികളൊന്നും ആവശ്യമില്ല. അച്ചാറോ പപ്പടമോ ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ നമുക്കിത് കഴിക്കാൻ പറ്റും. അതിന് ഞാൻ പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. നമ്മളുടെ നെയ്ച്ചോറിൻ്റെ അരിയും യൂസ് ചെയ്യാം. ആദ്യം കടല ഒരു 5-6 വിസിലിന് നല്ലപോലെ വേവാൻ വേണ്ടി ഒന്ന് വേവിച്ചു. അപ്പോൾ ഞാൻ ഇത് ഉണ്ടാക്കുന്നത് രാവിലെ കടലക്കറി വെച്ചിരുന്നു. അപ്പം ബാക്കി വന്ന കടലക്കറിയിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഓൾറെഡി അത് വെന്തിട്ടുണ്ട്. പിന്നെ 1 കപ്പ് പച്ചരി നല്ലപോലെ കഴുകി അതിലോട്ട് തന്നെ മിക്സ് ചെയ്തു. പിന്നെ ആവശ്യത്തിന്, അതായത് ഇരട്ടി വെള്ളം ഒഴിക്കണം. അപ്പോൾ ഇതിൻ്റെ മുകളിൽ മുങ്ങുന്ന വരെയുള്ളൊരു വെള്ളം ഒഴിച്ച് കൊടുത്തു. 2 വിസിലായപ്പോൾ തുറന്ന് നോക്കിയപ്പോൾ ഇത് വെന്തിട്ടുണ്ട്. അപ്പം അതിലോട്ട് ഞാൻ കുറച്ചൊരു കടുകും പിന്നെ ഉള്ളി, സവാള, വലിയ ഉള്ളി, അത് നമ്മൾ കുറച്ചൊന്ന് കാച്ചി ഒഴിക്കുന്നുണ്ട്. നെയ്യിലും നമുക്ക് കാച്ചാം, അല്ലെങ്കിൽ വെളിച്ചെണ്ണയിലും. ഞാൻ വെളിച്ചെണ്ണയിലാണ് അതൊന്ന് കാച്ചി ഒഴിക്കുന്നുണ്ട്. ഇതിങ്ങനെ വെച്ചാൽ നമുക്ക് പിള്ളേർക്ക് ടിഫിനിലോട്ടും നമുക്ക് കൊടുത്തു വിടാം. പിന്നെ വളരെ ടേസ്റ്റ് ഉണ്ട്, നമുക്ക് കറിയൊന്നും ആവശ്യമില്ല. കടല കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ കടല ഇടാം. ഇതിപ്പം ആവശ്യത്തിനുള്ള കടലയുണ്ട്. പിന്നെ ഇത് ഞാൻ ആദ്യം കടല വേവിച്ച്, അതായത് സവാള ഇച്ചിരി മുളക് പൊടിയെല്ലാം ഇട്ടിട്ട് വേവിച്ചുകൊണ്ട് അതിൻ്റെ ഒരു ടേസ്റ്റും കൂടി ഇതിൽ വരുന്നുണ്ട്.